തൃശ്ശൂർ കോർപ്പറേഷനിലെ മേയറുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി, അതുവഴി ഒരു സമാധാനമായി. രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ നിജി ജസ്റ്റിൻ തൃശ്ശൂർ കോർപ്പറേഷൻ മേയറാകും. ഇന്ന് രാവിലെ 10 മണിക്ക് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. മുതിർന്ന കൗൺസിലർമാരായ ലാലി ജെയിംസിനും സുബി ബാബുവിനും 2-3 ഊഴപ്രകാരം മേയർ പദവി ലഭിക്കും. KPCC സെക്രട്ടറി A പ്രസാദ് ഡെപ്യൂട്ടി മേയറാകും. ജെയ്സൺ ചാമോളപ്പിലൂടെ. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് മെറി ക്രിസ്മസ്. Thank you, Arun Kumar. Happy Christmas and good morning. Okay. ജെയ്സൺ, ഉണ്ടല്ലോ ഒന്ന് അല്ലേ? ഗംഭീരമായിട്ട് നമ്മൾ പൊളിക്കല്ലേ. നമ്മുടെ ബാൻഡൊക്കെ എങ്ങനെയുണ്ട്? കാൻഡിൽസ് ബാൻഡ്. പ്രേക്ഷകർ ഇങ്ങനെ നിരവധി പാട്ടുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ജെയ്സൺ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? നമ്മളെ കാൻഡിൽസ് ബാൻഡിനെ കൊണ്ട് ജെയ്സന് വേണ്ടി ആ പാട്ട് നമ്മൾ പഠിപ്പിക്കും. യഹൂദയായിലെ ഉണ്ടല്ലോ നല്ല. തീർച്ചയായിട്ടും. ഒരു ഗ്രാമത്തിൻ. വാ, ഞാനും ചെറുതായിട്ടൊന്ന്. ഗംഭീരം. അത് നിർത്തരുത്. ആ 2 വരി പാടണം. ഒരു പ്രേക്ഷകൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് പൂർത്തിയാക്കിക്കോളൂ. 2 വരി. അല്ല, ഇനി വരി തെറ്റിയ ആളുകൾ അത് മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പൂർണ്ണമായിട്ട് തുടങ്ങാതിരുന്നത്. പള്ളിയിലൊന്നും പോകുന്ന പരിപാടി ഇല്ല അല്ലേ? അല്ല, നമ്മൾ ചെറുപ്പം മുതലേ പാടുകയും കേൾക്കുകയും ചെയ്ത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതിങ്ങനെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഏത് ഇതായാലും നമ്മുടെ ഉള്ളിൽ സ്പർശിക്കുന്ന ഗാനങ്ങൾ അത് നമ്മളെ വല്ലാതെ എപ്പോഴും നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഗാനങ്ങളാണ് അതൊക്കെയും. ഈ പ്രത്യേകിച്ച് പുലർക്കാലങ്ങളിൽ അല്ലെങ്കിൽ രാത്രികളിലൊക്കെയും നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോഴേക്ക് ചില പാട്ടുകൾ നമ്മൾക്ക് ഇങ്ങനെ കേട്ട് നമ്മൾ ശീലം. അതുപോലെ അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഗാനമാണ് അരുൺകുമാർ ചോദിച്ചപ്പോൾ അത് പറഞ്ഞതാണ്. ശ്രുതി ഉണ്ട് ജെയ്സൺ, അത് കളയരുത്. ഇങ്ങനൊരു കലാകാരനാണ് എന്നുള്ളവർ നമ്മൾ അറിഞ്ഞില്ല. അടുത്ത ഫാമിലി മീറ്റിൽ നമ്മൾ പിടിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ജെയ്സൺ. അപ്പോൾ നമ്മുടെ വാർത്തയിലേക്ക് എത്തിയാൽ തൃശ്ശൂരിലെ എന്തായാലും സമാധാനമായെന്ന് തോന്നുന്നു അല്ലേ, ക്രിസ്മസ് ആയിട്ട്. പക്ഷെ എനിക്ക് ഇനിയും മനസ്സിലാവാത്തതേ, ഒരു മേയർ സ്ഥാനത്തിന് 3-4 അവകാശികൾ വരികയാണ്. ഇത് എന്ത് കാലമെന്ന് മനസ്സിലാവുന്നില്ല. സാധാരണ ഇതിൽ ഒരു പൂർണ്ണമായൊരു ടേം കൊടുക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ 1 ഊഴം, 2 ഊഴം, 3 ഊഴം, അതാണിപ്പോൾ തീരുമാനം. എന്തായാലും നിജി ജസ്ലിൻ ആദ്യഘട്ടത്തിൽ മേയറാകും. ആ തീരുമാനമായി അല്ലേ? അരുൺകുമാർ, ഇത് ഞാൻ ഇന്നലെ രാത്രി നമ്മുടെ ഡെഫിൽ പറഞ്ഞൊരു പ്രധാനമായിട്ടുണ്ട്. നമ്മളൊരു 10 വർഷം കോൺഗ്രസിന് സത്യത്തിൽ തൃശ്ശൂർ ഒരു വനവാസകാലമായിരുന്നു. ശ്രീരാമൻ വനവാസത്തിൽ പോയ അതേ സ്ഥിതിയായിരുന്നു. എല്ലാ മേഖലകളിലും ഭരണത്തിൽ, സംസ്ഥാന ഭരണത്തിലില്ല, കേന്ദ്ര ഭരണത്തിലില്ല, കോർപ്പറേഷൻ ഭരണത്തിലില്ല, തൃശ്ശൂർ MLA ഇല്ല. അങ്ങനെ വളരെ മോശം അവസ്ഥ, ഏറ്റവും ദയനീയമായ അവസ്ഥ. അതാണ് വനവാസം എന്ന് ഉദ്ദേശിച്ചത്. ആ വനവാസം കഴിഞ്ഞ് തൃശ്ശൂരിലെ ജനങ്ങൾ അനുഗ്രഹിച്ച് കടത്തിവിട്ടതാണ് ഇവരെ. 33 സീറ്റ് കൊടുത്തു വിട്ടതാണ്. എന്നിട്ട് പോലും ഈ തർക്കങ്ങളും വാദങ്ങളും തീരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പിന്നെ ഈ ലാലി ജെയിംസ് എന്ന് പറയുന്ന 4ാമത്തെ തവണ അവിടെ കൗൺസിലാകുന്നത്. ഡോക്ടർ നിജി ജസ്റ്റിൻ ആദ്യ തവണയാണ്. സുബി ബാബു മുൻ ഡെപ്യൂട്ടി മേയറായിരുന്നു. ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് അവസാന സെക്കൻഡ് വരെ വേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇനിയും എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നിജി ജസ്റ്റിന് വേണ്ടി കേന്ദ്ര നേതൃത്വം ശക്തമായി ഇടപെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്നവർ. ദീപാദാസ് മുൻഷി തന്നെ നേരിട്ട് നിർദ്ദേശിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്നവർ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ എന്ന ആ പേരിലേക്ക് എത്തിച്ചേർന്നിരിക്കും. ഇനിയും പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ ബാക്കിയുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും അട്ടിമറിയോ സംഭവിക്കുമെന്ന് അറിയില്ല. അത് കോൺഗ്രസ് ആണ് പാർട്ടി. അവസാന നിമിഷം വരെ ഉദ്ദേശവും എല്ലാം നിലനിർത്തുന്ന ഒരു പാർട്ടിയാണ്. എങ്ങനെ വേണമെങ്കിലും മാറി മറിയാം. പക്ഷേ എങ്കിൽ പോലും നിലവിലത്തെ അവസ്ഥ അനുസരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറും. അതുപോലെ തന്നെ എ പ്രസാദ് KPCCയുടെ സെക്രട്ടറിയാണ്. എ പ്രസാദ് ഡെപ്യൂട്ടി മേയറായിട്ടുള്ള തീരുമാനമാണ്. പല ടേമുകളായി തിരിച്ച് പലർക്കും നൽകാനായിട്ടുള്ള തീരുമാനമാണ്. ഇതൊക്കെ ഭരണത്തെ എങ്ങനെ ബാധിക്കും, ഭരണത്തിലൊരു തുടർച്ച ഉണ്ടാകുമെന്നൊക്കെ നമുക്കറിയില്ല. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, ഷാഫി എന്ന് പറയുന്ന പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇവർക്ക് ഭരണം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥയെന്ന്? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വനവാസം എന്ന് പറയുന്ന സംസ്ഥാനത്തിനും ബാധകമാണ്. അത് നിരന്തരമായി ഫൈറ്റ് ചെയ്തിട്ടും എന്നിട്ട് പോലും കോൺഗ്രസിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അരുൺകുമാർ. അതാണ് സത്യം. ഇത് 10 വർഷം കഴിഞ്ഞാൽ 15 വർഷം കഴിഞ്ഞാൽ അതിന്റെ കാണ്ഡം താഴെ കിടക്കുന്നുണ്ട്. ആ കാണ്ഡത്തെ നല്ല രീതിയിൽ പോഷിപ്പിച്ച് ജനങ്ങൾക്ക് ഉപകാരമാക്കി മാറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. തർക്കങ്ങൾ ഒഴിവാക്കി അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ക്രിസ്മസ് ദിനമല്ലേ, പ്രതീക്ഷയുടെ വർഷമല്ലേ, പ്രതീക്ഷയുടെ ദിനമല്ലേ, അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോട് കാത്തിരിക്കാം. ജെയ്സനെ കുറിച്ചൊരു പ്രേക്ഷകൻ പറയുന്നത്, ജെയ്സനെ കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ വിനായകൻ സംസാരിക്കുന്നത് പോലെ തോന്നും. അങ്ങനെ ജെയ്സനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ വിനായകൻ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ഇത് കേൾക്കുന്നത്. പലരും പല അഭിപ്രായം പറയാണ്ട്. പെരുന്തച്ഛന്റെ കിണറാണല്ലോ, പെരുന്തച്ഛന്റെ സൃഷ്ടിയായതുകൊണ്ട് നമുക്ക് കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും മനസ്സിലാണ് നമ്മുടെ രൂപം.
ഓക്കെ ജെയ്സൺ, അപ്പോൾ ഗംഭീരമാവട്ടെ. തൃശ്ശൂരിലും ഗംഭീരമായിട്ട് പൊളിക്കണം ഇന്നത്തെ ക്രിസ്മസ്. നമുക്ക് വാർത്താവിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. താങ്ക് യു ജെയ്സൺ, താങ്ക് യു.